പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 29 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുരുവാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തിയ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് കൃപ ചെയ്തില്ലേ? കരം ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞാട്ടെ, യേശു നല്ലവനാകുന്നു, യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. 50-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതൻ്റെ നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. 23-ാമത്തെ വാക്യം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ആരും അശ്രദ്ധരായിട്ട് നിൽക്കാതെ, ആരും മൗനമായി നിൽക്കാതെ, ഏകാഗ്രതയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം പറയാം. സ്വർഗപിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നു നിൽക്കുന്നത് പോലെ അങ്ങയുടെ ദയ ഞങ്ങളോടുള്ളത് വലുതാകിയാൽ സ്തോത്രം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം. ഫാദർ, വി വാണ്ട് ടു സേ താങ്ക് യു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. കർത്താവെ, അവരോട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് അങ്ങയുടെ സ്പെഷ്യൽ മേഴ്സി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രത്യേക കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രത്യേക കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇന്ന് അങ്ങേക്ക് കരുണ തോന്നുന്ന ദൈവമാകിയാൽ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആ വഴിയരികിൽ ഇരുന്ന കണ്ണ് കാണാത്ത ആ സഹോദരനോട് കരുണ തോന്നിയതുപോലെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും പ്രത്യേക കരുണ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഇൻഡസ്റ്റൈനിനകത്ത് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, ഇൻഡസ്റ്റൈനിൽ കുടലിനകത്ത് രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതേത് ടൈപ്പ് ഓഫ് സിക്നസ് ആണെങ്കിലും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ റൈറ്റ് ഷോൾഡറിന് പെയിനായിട്ട് കൈ അനക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായി സ്വസ്ഥത പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വഴി തുറന്നു കൊടുക്കണം ഇന്ന് പകൽക്കാലം. കർത്താവെ, സാമ്പത്തികമായ ആ ബുദ്ധിമുട്ടുകൾ തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. കർത്താവെ, ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്താണോ കുറവ്, അവരുടെ കുറവ് പരിഹരിച്ചു കൊടുക്കുന്നതിനായി സ്തോത്രം. ആമേൻ. കാനായിലെ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വീഞ്ഞായിരുന്നു കുറവ് വന്ന്, ആ വീഞ്ഞിൻ്റെ കുറവ് പരിഹരിച്ചു കൊടുത്തതുപോലെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തു കുറവുണ്ടോ അത് യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. എന്തു കുറവുണ്ടോ അത് യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. കർത്താവെ, ശുശ്രൂഷയിലായിരിക്കുന്ന, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരും അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് കർത്താവെ, ഈ ഒരിക്കലൂടെ ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. വീണ്ടും ഒരു ഉണർവിനെ അയക്കണമേ. ലോകവ്യാപകമായ ഒരു ഉണർവ് സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, നാളെ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് പതിവ് പോലെ ആമേൻ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ സഭായോഗവും, അതുപോലെ തന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ 3 ദിവസം നമുക്ക് ഉപവാസ പ്രാർത്ഥനയുമാണ്. മാസാരംഭത്തിലുള്ള പ്രാർത്ഥനയും ഉപവാസവുമാണ്. ആരും തന്നെ അത് മിസ്സാക്കി കളയില്ലെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തന്ന ആലോചനയ്ക്കായിട്ട് നമ്മുടെ കാതുകളെ നമുക്ക് കൂർപ്പിക്കാം. ശ്രദ്ധിച്ചാട്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്.
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടക്കണം എന്നും നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. ആമേൻ, ആമേൻ. അപ്പം ഇത് ഈ 10ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതുപോലെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കളെ വിളിച്ചത് വളരുവാനാണ്. അവൻ എല്ലാ നിലയിലും വളർച്ച പ്രാപിക്കണം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആ കുഞ്ഞ് വളരണം. വളരാതിരുന്നാൽ ആ കുഞ്ഞിനെ കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മളെ വീണ്ടെടുത്ത് നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞാൽ വളർച്ച പ്രാപിക്കുന്നവരായിരിക്കണം. വളർച്ച പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്കൊരു പ്രധാന ഉത്തരവാദിത്വമുണ്ട് വളരുന്ന കാര്യത്തിൽ. പലരും വളരുന്ന കാര്യം പാസ്റ്റർമാരെ ഏൽപ്പിക്കും, അച്ഛന്മാരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ സാറന്മാരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ പലരെ ഏൽപ്പിക്കുക ഞങ്ങളെ വളർത്ത്. അല്ല, വളരാൻ നമുക്കൊരു ആഗ്രഹം വേണം. നമ്മുടെ ഉള്ളിൽ നമുക്ക് ക്രിസ്തുവിൽ വളരണമെന്നൊരു ആഗ്രഹം വേണം. നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. വളർച്ചയില്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പോൾ ഒരു ഭവനത്തിൽ കുഞ്ഞുണ്ടായി, കുഞ്ഞ് വളർന്നില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞെന്നും ഒരു ഭാരമായിരിക്കും. അതുപോലാണ് പിതാവ് നമ്മളെ ഈ വീണ്ടും ജനനത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ നമ്മൾ വളരണം. എന്തെല്ലാം നമ്മളിൽ വളരും? വേദോസം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലത്തെയും കഴിഞ്ഞ മൺഡേയിലെ മീറ്റിങ്ങിനകത്ത് അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചത്. എങ്കിലും ഒരു ചെറിയ രീതിയിൽ അതിനെക്കുറിച്ച് പറയുവാനാണ് ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നിരിക്കുന്നത്. കൃപയിൽ വളരണം, വിശ്വാസത്തിൽ വളരണം, വിശുദ്ധിയിൽ വളരണം. ആമേൻ. ആ പുത്രത്വത്തിൽ, അങ്ങനെ ആ പുത്രനായി നമ്മൾ വളർന്നു വരണം. അപ്പയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. ഇന്ന് പ്രഭാതത്തിൽ അതാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. പിതാവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. ആമേൻ. അപ്പം പിതാവിനെക്കുറിച്ച് എന്ത് ചെയ്യണം? പരിജ്ഞാനം ഉണ്ടാകണം. പലർക്കും നമ്മുടെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കുറവാണ് അവരെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്. പക്ഷേ അറിയും തോറും നമുക്ക് അടുക്കാൻ പറ്റും. അറിവില്ലാതായി പോയാൽ എന്നാ പറ്റും? നമുക്കൊരു തെറ്റായ ഒരു ധാരണയാണ് നമ്മുടെ പിതാവിനെക്കുറിച്ചുള്ളത് എങ്കിൽ നമുക്ക് ഓടിച്ചെല്ലുവാൻ കഴിയത്തില്ല. എന്നാൽ ഈ പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ, അറിവ് നമുക്കുണ്ടാകുമ്പോൾ അപ്പൻ്റെ അടുക്കൽ ധൈര്യമായിട്ട് കയറി ചെല്ലുവാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറഞ്ഞാൽ, ഈ സ്കൂളിലൊക്കെ പോകുന്ന മക്കൾക്ക് ഈ അവരുടെ പപ്പായെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ അവർ സ്കൂളിൽ നടക്കുന്ന എല്ലാം വന്ന് അപ്പനോട് പറയും. അവർ വഴിതെറ്റി പോകത്തില്ല. കാരണം അവർ ഒരു കൂട്ടുകാരനെ പോലെ പോയിരുന്ന് അപ്പനോട് സംസാരിക്കും. അപ്പോൾ ഇന്ന് സ്കൂളിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ഈ ഒരു ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പെൺകൊച്ച് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഈ അപ്പൻ്റെ സ്വഭാവം ഇവർക്ക് അറിയുന്ന അനുസരിച്ചാണ് അപ്പനോടുള്ള റിലേഷൻ വർദ്ധിക്കുന്നത്. അല്ലെങ്കിൽ എന്നാ പറ്റും? ആരെങ്കിലുമൊക്കെ ഇവരെ പേടിപ്പിച്ചിട്ട് പറയും, നിൻ്റെ പപ്പായോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, നിൻ്റെ അമ്മയോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പേടിച്ചു പോകും. അയ്യോ, അപ്പൻ അറിഞ്ഞാൽ എന്നെ അടിച്ച് ശരിയാക്കും, അമ്മ അറിഞ്ഞാൽ എന്നെ അടിച്ച് ശരിയാക്കും, എന്നെ ഇറക്കി വിടും വീട്ടിൽ നിന്ന് എന്നൊക്കെ ഒരു തോന്നൽ വരും. എന്നാൽ അപ്പൻ്റെ സ്വഭാവം കുഞ്ഞുങ്ങൾ ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം അപ്പൻ്റെ സ്നേഹം എന്നാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആരൊക്കെ എന്നാ പറഞ്ഞാലും പറയും, എൻ്റെ അപ്പനല്ലേ, എനിക്കറിയാമെന്ന് പറയും. നമ്മൾ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ സ്വർഗീയ പിതാവിനെക്കുറിച്ച് നമുക്ക് തികഞ്ഞ ഒരു ബോധ്യം വേണം. ആ ബോധ്യം നമുക്ക് തരുന്ന യേശുവിലൂടെ. യേശു പറഞ്ഞു, എന്നെ കണ്ടവർ എൻ്റെ പിതാവിനെ കണ്ടു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിലൂടെ നമ്മൾ പിതാവിനെ മനസ്സിലാക്കണം. ഒന്ന് ഓർത്ത് നോക്കി, വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു എന്നാ ചെയ്തത്? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഒന്ന് കല്ലെറിയട്ടെ. എന്ന് വെച്ചാൽ അവളെ കർത്താവ് കൈവിട്ട് കളഞ്ഞില്ല. അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്ന് നമ്മൾ പറയുന്ന ആ ലൂക്കോസിന് സുവിശേഷത്തിലെ ചെറുപ്പക്കാരൻ, അവൻ പാപം ചെയ്തു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ മടങ്ങി വരുമ്പോൾ അപ്പ എന്താ ചെയ്തത്? അപ്പം അവനെ ഓടിച്ചെന്ന് അവനെ സ്വീകരിക്കുന്നത് കാണിക്കുമ്പോൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അപ്പൻ്റെ സ്നേഹത്തെയാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പനെ അറിയും തോറും നമ്മുടെ സ്നേഹം വർദ്ധിക്കും. അപ്പനെ അറിയും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പനെ അറിയും തോറും നമ്മുടെ ധൈര്യം വർദ്ധിക്കും. അപ്പനോടുള്ള ആ ബോധ്യം വരുമ്പോൾ നമുക്ക് ക്രിസ്തുവിൽ ജയകരമായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തിരുവെഴുത്തിലൂടെ അപ്പനെ അടുത്തറിയാൻ ശ്രമിക്കുക. അറിയണം, ദിവസം തോറും അപ്പനെ കൂടുതലായി അടുത്തറിയുക. ഹല്ലേലൂയ. അപ്പനെ അറിയും തോറും നമുക്ക് വിശ്വാസം വർദ്ധിക്കും. നമുക്ക് കോൺഫിഡൻസാണ്, നമുക്ക് ജീവിക്കാനുള്ള വലിയ കോൺഫിഡൻസ് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളെ ഞാൻ എൻകറേജ് ചെയ്യുന്നു, പിതാവിനെ കൂടുതൽ അറിയുക. ഹോശേയുടെ പ്രവചനത്തിൽ പറഞ്ഞു, പരിജ്ഞാനമില്ലായിരിക്കാൻ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അപ്പനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ഈസ് ലവിങ് ഫാദർ, നല്ല സ്നേഹിക്കുന്ന ഒരു അപ്പനാണ്, കരുണയുള്ള അപ്പനാണ്, നമ്മുടെ ബലഹീനതയിൽ കരുണ തോന്നുന്ന അപ്പനാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം പറഞ്ഞു, തത്സമയത്ത് കരുണ ലഭിപ്പാനും ഓടിച്ചെല്ലുക. എവിടോട്ടെ? കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. ആരും നിന്നെ തടയത്തില്ല. കാരണം നമ്മൾ
യുവാക്കളായി തീർന്നിരിക്കുക. അതുകൊണ്ട് പരിജ്ഞാനത്തിൽ വളരുക. പല കാര്യങ്ങളിൽ നമ്മൾ വളരാനുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരിക. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം ഒക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരുന്നു. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. God bless you. God bless you. God bless you.